back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെടികളുടെ കുറച്ച് അപ്ഡേഷൻസും കൂടാതെ കുറച്ച് നമുക്ക് കോമൺ ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ് ചെടികളുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതാണ് ഒരാഴ്ച ഡിലേ ആയത് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചൊരു അത്യാവശ്യ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ പോയപ്പം എൻ്റെ വല്യമ്മമാരുടെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പം അവിടെ ഒരു പ്രത്യേകത കണ്ടത് പെട്ടെന്നാണ് കേട്ടോ, വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഹാങ്ങിങ് ചെടികൾ വളർത്തിയത് കണ്ടത്. അപ്പം നല്ല ലഷായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ചെടികളാണ്, പക്ഷേ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെടികളൊക്കെ അതാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാത്തത്, എല്ലാവർക്കും അറിയുന്നുണ്ടാകും. എന്നാലും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ചെടികളും എന്താണ് കോമൺ ആയിട്ടുള്ള ചെടികളാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ എന്തായിരിക്കും നമ്മളെ വീട്ടിൽ ചിലപ്പം ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ചെടികളൊന്നും അത്ര ഹെൽത്തി അല്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു തോട്ടും ചിന്തകളൊക്കെ വരും നമുക്ക് ഓരോരോ വീഡിയോ കാണുമ്പോഴേ. ഇപ്പോൾ ഈ വീഡിയോ എന്നല്ല, ഏതൊരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടത് കേട്ടോ. വളരെ കോമൺ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന കുറച്ച് മണി പ്ലാന്റ്സ്, കുറച്ച് എപ്പീഷ്യൻ്റെ വെറൈറ്റീസ് ഒന്നുമില്ല, പക്ഷേ എപ്പീഷ്യ ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ്. കൂടാതെ കുറച്ച് അപ്ഡേഷനും കൂടി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഇവിടുത്തെ ഗാർഡൻ ടൂറൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ എപ്പീഷ്യൊക്കെ കണ്ടില്ല, നിറയെ പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറച്ചും ചട്ടി നിറയെ നിൽക്കുന്നുണ്ട്. ഇപ്പം മഴയായത് കാരണം കുറച്ചൊരു ഇതായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ തവണ ഞാൻ പോയപ്പം നല്ല ഇരുട്ടായിരുന്നു, അതാണ് ഞാൻ അന്ന് വീഡിയോ എടുക്കുന്നത്. അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ചെടി നമുക്ക് ഇതിപ്പോൾ ഈ ഒരു വെറൈറ്റി അല്ല, ഇതിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വലിയ ചട്ടി നോക്കി സെലക്ട് ചെയ്യുക ഇത് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ. പിന്നെ ടേർട്ടിൽ വൈൻ പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ടേർട്ടിൽ വൈൻ്റെ സ്ഥിതിയൊക്കെ എങ്ങനെയാവും. എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണത്. ഇനി നമ്മളെ ക്രീപ്പിംഗ് ചാർലി ഇത് കണ്ടില്ല, നല്ല ലഷും ബുഷായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ വേഗം കാണിച്ചു പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് കാരണമാണ്. പിന്നെ ബേബി ടിയേഴ്സ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ തന്നെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചതിനെക്കാട്ടിയും എനിക്ക് വളരെ സ്പീഡിൽ ഇവിടെ ഗ്രോത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വളങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ, വളം എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ റിയോ പ്ലാന്റ് അതും ഇതുപോലെ തന്നെ 1-2 തയ്യേറ്റ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നിറച്ചും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഈ ഒരു ചട്ടി അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ്, സൈസ് ചട്ടിയാണ്. അപ്പോൾ അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിക്ക് നല്ല ഹെൽത്ത് പെട്ടെന്ന് തൈകൾ വെക്കാനുള്ള പോട്ടിംഗ് മിക്സ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ കാണിച്ച മണി പ്ലാന്റ്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഏത് വെറൈറ്റിയും നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ചട്ടിയിൽ വെക്കാൻ പറ്റും. ഇത് റിയോ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിപ്പം ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ചട്ടിയിലാണ്. അപ്പോൾ ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരുവിധം എല്ലാ ചെടികളും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഹാങ്ങിങ് പ്ലാന്റ് ഇല്ലാത്തൊരു വീട് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ശരിക്കും ഒരു വീടിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-10 ചെടി തന്നെ മതി വീടിൻ്റെ ആ ലുക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറച്ച് മണി പ്ലാന്റ്സ് ഇപ്പോൾ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല, അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്പൈഡർ പ്ലാന്റ് ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മളതിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതി മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതന്നെ മതി ശരിക്കും നമുക്ക് നമ്മളെ ഗാർഡൻ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടം ഒന്ന് മനോഹരമാക്കാം. അപ്പോൾ നമ്മളെ സ്പൈഡർ പ്ലാന്റ് ഇത് എന്ത് ഭംഗിയാണെന്ന് അറിയാതെ ഏത് കാലം ഓൾ ടൈം ഫേവറേറ്റ് ആയിരിക്കും എല്ലാവരുടെ കയ്യിലുണ്ടാകും ഈ ഒരു സ്പൈഡർ പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹെമിഗ്രാഫിക് സ്ട്രെപ്പൻഡ ഇതും ഇതുപോലെ നന്നായിട്ടൊരു വൈറ്റ് പൂവ് ഉണ്ടാകും. പിന്നെ ഇവിടെയും ഒരു പീഷ്യ വെച്ചിട്ടുണ്ട്, ഇത് വേറൊരു വെറൈറ്റിയാണ്. ചിലതൊക്കെ സ്ലോ ഗ്രോത്ത് ആണ്, പക്ഷേ എന്നാലും അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഇത് നമുക്കറിയാലോ ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ഇത് നമ്മുടെ വാണ്ടറിങ് ജ്യൂ ഉണ്ട്. ശരിക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് വന്നപ്പം തന്നെ വീടിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജും ഇപ്പം ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് കൂടി വന്നപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇതിന് ഇവർ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചക്കറി വേസ്റ്റുകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. മെയിനായിട്ട് നമ്മളെ പച്ചക്കറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതായത് തൊലികളൊക്കെ ഉണ്ടാവില്ല, ഉള്ളീൻ്റെയും കോഴിമുട്ടൻ്റെ തോട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും ഉണ്ടാകും അത്യാവശ്യം പച്ചക്കറി വേസ്റ്റ്, എല്ലാ ദിവസവും ഉണ്ടാകും ഡെയിലി. അതൊരു നല്ലൊരു ബക്കറ്റിലോ ഒക്കെ ആക്കി വെച്ചിട്ട് കണ്ടോ, അത് നമ്മൾ പ്രിൻസ് ആണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ സ്റ്റേജ് കണ്ടില്ലേ, ഇതൊക്കെ ഒരു അപ്ഡേഷനായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ്. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ പച്ചക്കറി വേസ്റ്റുകളൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം.
അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് നല്ലോണം ഒന്ന് ഇതാകും, പുഴുവൊന്നും വരില്ല. ഒരു സെക്കൻഡ് ഡേ ഒന്നും പുഴുവൊന്നും വരില്ല. 3-ാമത്തെ ദിവസമാണ് അത് പുഴുക്കളൊക്കെ വരാൻ തുടങ്ങുക. അപ്പോൾ അത് 2-ാമത്തെ ദിവസമായി ഒന്ന് പുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഗ്ലൗസ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ അതിട്ട് വെക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട്, അതായത് അത് ബാഡ് സ്മെല്ല് വരുമല്ലോ ഒരു 2 ദിവസം കഴിഞ്ഞാൽ. അപ്പം ആദ്യമേ മിക്സിയിൽ ഒന്ന് അടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക എന്നാണ് പറയുന്നത് ഇവർ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ 1-2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊളിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളം നല്ല കറക്റ്റായിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലുണ്ടാകും. എന്നിട്ട് പിന്നെ അവർ നേർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. എന്നാൽ നല്ലോണം നമുക്ക് ഡെയിലി ഉണ്ടാകും എന്ത് ചെടികൾക്ക്. സാധാരണ വെള്ളം ഒഴിക്കുന്നതിന് പകരം ചെടികൾക്ക് മുഴുവൻ ഇവർ ഇതന്നെയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ അതുതന്നെയാണ് ചെടിയുടെ പൂർണ്ണ ആരോഗ്യം. അത് കൃത്യമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ളും ഫ്രണ്ട് സ്റ്റെപ്സിൻ്റെ മേലെയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എഗ്ലോണിമാസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും അതിൻ്റെ ഒരു ഹെൽത്തിയും ഭയങ്കര ഹെൽത്തിയാണ് പ്ലാന്റ്സ്. അപ്പം എന്താണ് ഇപ്പോൾ ഇതിന് വളർന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെടി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത് തന്നെയാണ്. ഇപ്പം ഡെയിലി ഈ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ചെടിക്ക് നല്ല ആരോഗ്യവും ഒക്കെ. ഇതിൻ്റെ പേരുകളിപ്പോൾ ഒന്നിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും എല്ലാ ചെടികളുടെ പേരുകളും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ബിഗോണിയാസും അതുപോലെ തന്നെ നമ്മുടെ പീകോക്ക് ജിഞ്ചർ ഫ്ലവർ, പിന്നെ എല്ലാ തരം ചെടികളും ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു മെയിൻ്റനൻസും പിന്നെ അതിനെ കൊണ്ടുനടക്കുന്ന രീതികളും അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച നിങ്ങൾ തമ്പനയിലിൽ കണ്ട കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ മെയിനായിട്ട് ഇതാണ്. പിന്നെ പോട്ടിംഗ് മിക്സ് ആയിട്ട് വേറെ ഒന്നുമില്ല, സാധാരണ മണലും മണ്ണും കൂടിയിട്ടുള്ളൊരു മിക്സ്, കുറച്ച് ചാണകം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കട. ഇത് നല്ല ഭംഗിയില്ലേ ഈ ഒരു ഇലച്ചെടി, അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല നല്ല ഹെൽത്തിയാണ് ചെടികൾ, നല്ല ബുഷായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് 4 മണിയാണ് കേട്ടോ. രാവിലെ ആയിപ്പോയി ഞാൻ ഷൂട്ട് ചെയ്തത്. അതിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല ഇരുടുമായിപ്പോയി. അപ്പോൾ എനിക്ക് അത്ര തന്നെ 4 മണികൾ പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പല ഷെയ്ഡ്സ്. അതുപോലെ തന്നെ നമ്മളെ കണ്ണാടി ചെടികൾ, കോളീസ്, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ തൊടിയിലുള്ളതാട്ടോ, ഇതൊന്നും മുറ്റത്തുള്ളതല്ല, മുറ്റത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. ഇതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡിൽ മുഴുവൻ ചെടികളാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തതിനെ കൊണ്ട് കുറച്ച് പൂച്ചെടികൾ പൊതുവേ കുറവാണ്. പക്ഷേ ഇതാ ഇവിടെയൊക്കെ അങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.